അച്ഛന്മാരോട് ചോദിക്കുക, അച്ഛാ, ഞങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന പള്ളിയിലെ ഈ സൗമ്യരായ വിനയമുള്ള ആളുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ അച്ഛന്മാരാരുടെ പേരായിരിക്കും പറയുന്നത്? ചോറുണ്ണാൻ നേരത്ത് മാത്രം വാ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും അച്ഛന്മാരുടെ പട്ടികയിലെ. ഇനി നിങ്ങൾ തിരുമേനിമാരോട് ചോദിക്കുക, സൗമ്യതയുള്ള അച്ഛന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ചോറുണ്ണാൻ നേരത്ത് തന്നെ ഫുൾ പൊളിക്കത്തില്ല, ഹാഫ് പൊളിക്കും. ഈ വിനയം, സൗമ്യത എന്നൊക്കെ പറഞ്ഞാൽ ഈ വാ പൊളിക്കാത്ത മനുഷ്യർ തല പോയാലും ഒരഭിപ്രായം പറയില്ല. ആർക്കെന്ത് സംഭവിച്ചാലും പുള്ളിക്കൊരു പ്രശ്നമല്ല. അപ്പോൾ ഈ വിനയം, താഴ്മ, സൗമ്യത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അച്ഛൻ ചെയ്യുന്നത് ശരിയല്ല എന്നാരെങ്കിലും കമ്മിറ്റി പറഞ്ഞാൽ വിനയത്തിന്റെ ആ കണക്ക് പുസ്തകത്തിൽ നമ്മൾ അങ്ങേരുടെ പേരങ്ങ് വിട്ടു. കാരണം എന്താ? നമ്മൾ പറയുന്നതെല്ലാം ശരി എന്ന് പറയുന്നവരെയാണ് നമ്മൾ സൗമ്യരായി പരിഗണിക്കുന്നത്. ഇനിയും നമ്മളിൽ തന്നെ ഈ പലതരം മനുഷ്യരുണ്ട്. അതിൽ ചിലർ സൗമ്യരാണ്. എപ്പോഴാണെന്നറിയാമോ? അവരെക്കാൾ അധികാരമുള്ള മനുഷ്യരുടെ മുൻപിൽ അവർ സൗമ്യരാണ്.